ഹായ് ഓൾ, വെൽക്കം ടു എസ് ഫാബ്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷനാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. നമ്മൾ ഇന്ന് റണ്ണിങ് ഫാബ്രിക്സിന്റെ അടിപൊളി കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട്. ഒരു റീസൺ നിങ്ങൾക്കറിയാം, റണ്ണിങ് ഫാബ്രിക്സ് ആണ് അല്ലേ. അപ്പോൾ റണ്ണിങ് ഫാബ്രിക് ഉള്ള ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നിങ്ങളും ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും ഒരുപാട് സന്തോഷമുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എസ് ഫാബ്സ് ഇത്രയും നാളും ഓൺലൈനായിരുന്നു, ഓൺലൈൻ സ്റ്റോർ ആയിരുന്നു നമ്മൾ ഇത്രയും നാളും. ഒരുപാട് പേര് എനിക്കറിയാം, കമൻറ്റ് ബോക്സിലും അതുപോലെ ഡയറക്റ്റും വന്ന് ചോദിക്കാൻ, നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ്, ലൊക്കേഷൻ ഇടാവോ, ഞങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്ന് മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് അനൗൺസ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഐ നോ ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ എം പ്രൗഡ്ലി അനൗൺസിങ് ദാറ്റ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആവുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് 26 മൺഡേ, നെക്സ്റ്റ് മൺഡേ. ഈ വരുന്ന 26 മൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആവുകയാണ്. എനിക്കറിയാം, നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് പോലും നമ്മൾ ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അറിയത്തില്ല. എന്നാൽ ഞാൻ എവിടെ നിന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സിറ്റിയിലുള്ളവർ തന്നെ കേൾക്കുമ്പോൾ അയ്യോ ഇത് എവിടെയായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിയാം, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കമ്മിങ് വീഡിയോസിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എല്ലാവർക്കും ഇതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും നമ്മുടെ ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ഓരോ ദിവസവും ചിലരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ദിവസത്തേക്ക് ഉണ്ടാവും, ഇനാഗ്രേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട്. പക്ഷെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ പേജിൽ, നമ്മുടെ ചാനലിൽ അനൗൺസ് ചെയ്യുന്ന ഇന്നാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും മൂവാറ്റുപുഴയ്ക്ക് വന്നേക്കുക. 26 ഓപ്പണിംഗ് ഡേ തന്നെ എല്ലാവരും വരണം. നമുക്ക് 2 സെലിബ്രിറ്റി ഗസ്റ്റുകൾ കൂടി വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിന് ഇനാഗ്രേഷന്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനും നമ്മുടെ പുതിയ അടിപൊളി കളക്ഷൻസ് കാണാനും ഒക്കെ ആയിട്ട് നിങ്ങൾ 26 മൺഡേയിൽ മൂവാറ്റുപുഴ ഉണ്ടാവണം. ഉറപ്പായിട്ടും വരണം. ടൈമും ലൊക്കേഷനും കാര്യങ്ങളും ആരാണ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് എന്നുള്ളതും കമ്മിങ് വീഡിയോസിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടിങ് കൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇതൊരു ഷോപ്പായിട്ട്, അത്യാവശ്യം നല്ലൊരു ഷോപ്പായിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിങ് കൊണ്ടാണ്. ആൻഡ് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ മെറ്റീരിയൽസ് എടുക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫാബ്രിക്സ്, കളേഴ്സും ഓരോന്ന് ചൂസ് ചെയ്യുമ്പോഴും ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന പോലെയാണ് ഞാൻ ഓരോ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും എപ്പോഴും നോക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഇനിയും ഉണ്ടാവണം. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഓൺലൈനും ഉണ്ടാവും. ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത്. ഷോപ്പിൽ വന്ന് നമ്മുടെ കളക്ഷൻസ് നേരിട്ട് കണ്ടെടുക്കണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് മൂവാറ്റുപുഴയ്ക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം. 26 ഡേറ്റ് മാറിപ്പോയത് നെക്സ്റ്റ് മൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടുകൊടുക്കാം. ഫസ്റ്റ് തന്നെ എല്ലാവരും മോർ കളേഴ്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കാണ് ചിനോൺ സിൽക്ക്. നമ്മളെപ്പോഴും പ്ലെയിൻ ഫാബ്രിക്കിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് 3 പുതിയ ഷെയ്ഡ്സും കൂടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വന്നേക്കുന്ന ഒരു പിങ്കാണ്, നല്ല ഭംഗിയുള്ളൊരു ഷാംപെയിൻ പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ്, നല്ല പേസ്റ്റൽ പിങ്കാണ്, നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇത് ഒരു ടൈപ്പ് ഓഫ് സിൽക്കാണ് കേട്ടോ, ചിനോൺ സിൽക്ക് എന്ന് പറയും ഫാബ്രിക്. ഇതെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്, കാരണം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് ഒരുപാട് റെസ്പോൺസ് ഉള്ളതും ഒരുപാട് ഇത് എടുത്തവർ തന്നെ എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കുമ്പോഴും 2-3 കളേഴ്സും കൂടെ എടുത്തുകൊണ്ട് പോകും. അത്രയും നല്ല ഭംഗിയുള്ള നല്ല ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഷെയ്ഡ്, നല്ലൊരു പിങ്കാണ്, ഒരു ഷാംപെയിൻ പിങ്കും ഒരു പേസ്റ്റൽ പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ. നല്ല ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് സാരി ആക്കാനും ഉണ്ടോ, സാരി ആയിട്ട് ചെയ്യാം. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ലൂസ് പലാസോ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ടംസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈനിങ് ഇടേണ്ട വരും കേട്ടോ. ടോപ്പിനും ലൈനിങ് വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാരി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. വർക്കുള്ള ബ്ലൗസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലാക്കോ അങ്ങനെ ഏതെങ്കിലും ബ്ലൗസിൻ്റെ ഒക്കെ കൂടെ പ്ലെയിൻ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് സാരി ആക്കാനും നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇന്നത്തെ എല്ലാം വന്നേക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് കേട്ടോ. ഇതാണ്
അടുത്ത ഷെയ്ഡ്. എല്ലാ ഷെയ്ഡും നല്ലതാണ്, എല്ലാ ഷെയ്ഡും എടുത്തോ, നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു അടുത്ത ഷെയ്ഡ്. നല്ലൊരു ഗ്രീൻ ടോണാണ്, നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ സാരിക്കും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. സാരിക്ക് ഈ വർക്ക്, സാരിയിൽ വർക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരും എംബ്രോയിഡറി വർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. എയർ ലൈൻ ടോപ്പോ അല്ലെങ്കിൽ സാധാ കോട്ട് സെറ്റ് പോലെ ടോപ്പും ബോട്ടവും ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരുന്നു. നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ. അടുത്തത് ഞാൻ വേറെ തേക്കുന്ന ഈ ഫാബ്രിക്കാണ്. ഇത് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ഇങ്ങനത്തെ ജെക്കോർഡ് വീവ്സ് വരുന്നതാ. ഇതാണ് കേട്ടോ വന്നേക്കുന്നത്. ജെക്കോർഡ് വീവ്സ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റും ഒരു ടിഷ്യൂ ഫാബ്രിക്കും കൂടെയാണ് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് അതിൻ്റെ മിക്സ് ആണ് വന്നേക്കുന്നത്. ഇതൊരു സെൽഫ് ജെക്കോർഡ് വ്യൂ വന്നേക്കുന്നു. നെക്സ്റ്റ് അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്ന ടിഷ്യൂ ആണ്, ടിഷ്യൂ ഫാബ്രിക്. പിന്നെ ജെറിയുടെ വർക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഞാൻ വേറെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല ഭംഗിയുണ്ട് ആൻഡ് ഭയങ്കര കംഫർട്ടബിളും ആണ്. നമുക്ക് ഞാൻ വൈറ്റ് ദുപ്പട്ടയുടെ കൂടെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു ഓണം തീമായിട്ട് ചെയ്യാം. കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പും ചെയ്താലും അടിപൊളിയായിരിക്കും. ഇത് കുറച്ചുകൂടി പഫ് സ്ലീവ് ഒക്കെ വെച്ച് ചെയ്യുമായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പഫ് സ്ലീവ് വയ്ക്കാൻ വേണ്ടി മറന്നുപോയി പറയാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളോട്. അതാണ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പഫ് സ്ലീവ് വയ്ക്കായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് ഫാബ്രിക്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 395 ആണ് പെർ മീറ്റർ. ഇത് ഡൈയബിൾ ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് ഡൈ ചെയ്ത് വേറെ ഷെയ്ഡിലേക്ക് മാറ്റാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്യണ്ടല്ലോ, നമ്മൾ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇത് ഓണത്തിനോടനുബന്ധിച്ച് ഞാൻ കുറച്ചധികം മെറ്റീരിയൽ എടുത്താണ് ഇതിൻ്റെ. ഓണത്തിന് നല്ലൊരു പക്ക ഓണം വെയർ ആണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഈവനിങ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്കിത് പക്ക ഒരു ഓണം മറ്റേറും അല്ല, പക്ഷെ ഓണം തീമുമാണ്. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. ക്യാഷ്വൽ യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ സെറി വർക്ക് ആണല്ലോ, ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണിത്. ഇതാണ് ഫാബ്രിക് വന്നത്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യേണ്ടല്ലോ, ഞാൻ വേർതിരിക്കുന്നതാണ്. ഓർഗൻസ ജെക്കോർഡ് ഫാബ്രിക് ആണ്. മീറ്റർ പ്രൈസ് വരുന്നത് 395. അടുത്തത് വന്നേക്കുന്ന നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ കോഡിംഗ് വർക്ക് വന്നേക്കുന്ന കുറച്ച് കളക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ പേര് റീസ്റ്റോക്കിന് വെയിറ്റ് ചെയ്യുന്നു. ഈ വൈറ്റ് ഷെയ്ഡിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഓൾറെഡി മുറിഞ്ഞ് തീർന്നു, കാരണം കുറേ പേര് വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ. ആൻഡ് ഇത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് വരുന്ന നല്ലൊരു പേസ്റ്റൽ ഒരു എന്താ പറയുക സാൻഡൽ കളർ ഉണ്ടല്ലോ, എക്സാക്ട്ലി ആ ഒരു ഷെയ്ഡാണ്. ഇത് വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് ആക്ച്വലി ഇത് പേസ്റ്റൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്, പക്ഷേ വീഡിയോയിൽ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ അറ്റയർ, നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇത് വന്നേക്കുന്ന നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു ഡിഫറെൻറ്റ്, നമ്മുടെ അങ്ങനെ കാണാത്തൊരു ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. സാൻഡൽ ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ. പേസ്റ്റൽ ടോൺ, ഒരു പീച്ച് ടോൺ ആണ് പേസ്റ്റൽ. അതിലേക്ക് ഇതാ വർക്ക് കണ്ടോ, നല്ല ഭംഗി. ഇതിൻ്റെ ത്രെഡിൻ്റെ കളേഴ്സ്, ഇതിൻ്റെ ബേസ് കളർ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ മാറത്തുള്ളൂ. ത്രെഡിൻ്റെ കളർ എല്ലാം സെയിം ആണ്. കോഡിങ് വർക്ക് എന്ന് പറയും. ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു പിങ്കും ഒരു ഗ്രേയും ആണ് ഇതിൻ്റെ ടോൺ വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത്. പിള്ളേർക്ക് മറ്റേ ഉടുപ്പ് തയ്ക്കാനും അതുപോലെ തന്നെ ഈ വെഡ്ഡിങ് ഫങ്ഷൻസ് പോലെയുള്ള, അതുപോലെ തന്നെ എന്തൊരു ഫംഗ്ഷനാണ്, മാമോദീസയോ അങ്ങനെ ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷൻസിനൊക്കെയാണ് നമുക്കൊരു പാർട്ടി വെയർ ഒരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നമ്മുടെ തന്നെ എന്താ പറയുക ഡിസൈനാണെന്നും പറയാം. കാരണം ഇവിടെ വേറെ ഷോപ്പിലൊന്നും ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഓൺലൈനിൽ കാണിക്കുമ്പോഴാണെങ്കിലും ഒന്നും ഈ ഒരു പാറ്റേൺ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ക്രിയേഷനാണെന്ന് തന്നെ പറയാം. ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ആൻഡ് ഷെയ്ഡുകൾ ഓൾസോ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഓരോ ഷെയ്ഡ് ചെയ്യിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. സാരിയായിട്ടും ഈവൻ സാരിയായിട്ട് നമുക്കിത് ചെയ്യാം. സൈഡൊക്കെ അത്യാവശ്യം ഫിനിഷിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഈ ഫാബ്രിക്കിന്റെ വിട്ട് വരുന്നത് 43 to 44 ആണ്. 44 കറക്റ്റ് ഇല്ല, 44 ഇച്ചിരി കുറവുണ്ട്, 43 പറയാം കേട്ടോ. അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും 43 ഇഞ്ചസിൽ വർക്കില്ല, ഇങ്ങനെ കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് സാരിക്ക് യൂസ് ചെയ്യാം, പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ സാരിക്ക് എടുക്കാണ്ടിരിക്കുമായിരിക്കും കേട്ടോ നല്ലത്. പക്ഷെ സാരി ആക്കി നല്ല ഭംഗിയായിരിക്കും. ഹൈറ്റൊക്കെ കുറവുള്ളവരാണെങ്കിൽ 43 ഒക്കെ മതി സാരിക്ക്. ഒരുപാട് ഇങ്ങനെ ഇറക്കത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരുന്നു. ഇത് 1 ലെയർ ഇട്ടപ്പോഴത്തേക്കും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഇതിൻ്റെ ഇതാണ് കേട്ടോ. ഡാർക്ക് ഷെയ്ഡ് വന്നതാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ ലൈനിങ് ഇട്ടുമ്പോഴത്തേക്കും പക്ക നല്ല ഭംഗിയാവും. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ദുപ്പട്ടയായിട്ട് ചെയ്യാം.
പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ആണ് ഫാബ്രിക്, ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്, പ്യുവർ ജോർജറ്റ്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കുള്ള ഫാബ്രിക് ടോപ്പിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഈ സെയിം ഷെയ്ഡിലേക്ക് പ്ലെയിൻ ഫാബ്രിക് ഡൈ ചെയ്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ദുപ്പട്ടയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓർഗൻസ ഫാബ്രിക് ഇട്ടേക്കുന്നതുകൊണ്ട് ഒഴുകി ചാടുമോ. ഇതിങ്ങനെ ദുപ്പട്ടയായിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ദുപ്പട്ടയുടെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫാബ്രിക് നമുക്ക് കിട്ടല്ലോ, ആ ഒരു ഫാബ്രിക് നമുക്ക് യോക്കിലൊക്കെ കൊടുത്തിട്ട് ആ ഫാബ്രിക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒരു എയർലൈൻ ടോപ്പോ ആലിയ കട്ടായിട്ടോ അല്ലെങ്കിൽ ആലിയ കട്ടിൻ്റെ പോലെ ഇങ്ങനെ യോക്ക് കൊടുത്തിട്ട് പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ടോപ്പ് ചെയ്ത് ഇത് ദുപ്പട്ടയാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഓപ്ഷനാണ്. പിള്ളേർക്ക് ഫ്രോക്ക് തയ്ക്കാൻ നല്ല ഭംഗിയാണ്, അടിപൊളിയായിട്ടുള്ള കളറുമാണ് കേട്ടോ. ഇത് പുതിയ ഷെയ്ഡ് ആഡ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 490 പെർ മീറ്റർ ആണ് കേട്ടോ. ഇത് 2 ലെയറിൽ പിടിച്ച് കാണിക്കാം, കാരണം ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളർ വരുള്ളൂ. നമ്മൾ 1 ലെയർ പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ വൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് കൂടി അത് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ട്, ഓൾറെഡി വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്, ഒരു പൊടിക്ക് ഡാർക്കാണ് കേട്ടോ. ഒരുപാട് ഡാർക്ക് അല്ല, വീഡിയോയുടെ കാണുന്നതിനേക്കാൾ പൊടിക്ക് ഡാർക്കാണ്, നല്ല ഷെയ്ഡാണ്. കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തോളുക, നല്ല ഭംഗിയുള്ള ഷെയ്ഡും ഫാബ്രിക്കും ആണ്. ആൻഡ് ഇത്രയും റേറ്റിൻ്റെ കാരണം ഇത് പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ വർക്കിന് നല്ലൊരു റേറ്റ് വരുന്നൊരു വർക്കാണ് കേട്ടോ, നോർമൽ വർക്കല്ല, കോഡിങ് വർക്കാണ്. അതുപോലെ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. അടിപൊളിയായിട്ടുള്ള യെല്ലോ, ഇത് ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള യെല്ലോ ആണ്. യെല്ലോയിൽ തന്നെ ഒരു നല്ല രസമുള്ളൊരു യെല്ലോ ആണ്, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. എനിക്കിത് പറഞ്ഞാൽ അന്ന് എനിക്ക് തികഞ്ഞില്ല ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇത് എടുക്കണം, നല്ല രസമുണ്ട് കാണാൻ, ഒരു നല്ലൊരു ഫംഗ്ഷൻ വെയർ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ വരുന്നു, നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ടോപ്പ് ആൻഡ് ദുപ്പട്ട ഈ സെയിം ഷെയ്ഡിലേക്ക് ടൈ ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ. ഇത് ഡൈബിൾ ആണ്, നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിലേക്ക് ഇത് ഡൈയും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു മിൽക്കി വൈറ്റ് ടോൺ ആണ്. ഇങ്ങനെ വരുന്നത്, ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും ഭംഗി. ബാപ്റ്റിസം പോലത്തെ ഉള്ള ഫംഗ്ഷൻസിനൊക്കെ എന്താണ് നമുക്കൊരു ടോപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഫാബ്രിക് ആണ്. ആൻഡ് ഇത് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ബോട്ടം ഫാബ്രിക് വിത്ത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ട. ഇത് കണ്ടോ, ഈ ഗ്രേയും ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ അതിലും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ഈ ഒരു പിങ്ക് ആണ് കേട്ടോ. വൈറ്റും പിങ്കും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ വൈറ്റ് കളറിലുള്ള ബോട്ടം ഇട്ടിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിലേക്കുള്ള ദുപ്പട്ട ഡൈ ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതാണ് ഫാബ്രിക് വരുന്നത്. അടിപൊളിയായിട്ടുള്ള പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് കോഡിംഗ് വർക്ക് വരുന്നു. മീറ്റർ പ്രൈസസ് 490. അതുപോലെ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് വൈറ്റ് ബോട്ടം ഫാബ്രിക് വേണമെങ്കിൽ ഇത് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡൈ ചെയ്യണമെങ്കിലും ഈ ഒരു ഫാബ്രിക്കും ഡൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് മുന്നേ കാണിച്ച കളേഴ്സും അതിന് ടോപ്പും ബോട്ടം വേണമെങ്കിൽ അതും ഡൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വന്നേക്കുന്ന കോട്ടൺ ആണ്. കോട്ടൺ ഫാബ്രിക് ഇഷ്ടമുള്ളവർക്ക് ഡൈയബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് 36 ഇഞ്ച് വിത്ത്. ഇത് നമുക്ക് വൈറ്റ് ബോട്ടായിട്ട് യൂസ് ചെയ്യാം. ഡൈ ചെയ്ത് ഏതെങ്കിലും ഷെയ്ഡിലേക്ക് ചെയ്യണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഡൈയിങ്ങിന് ചെറിയ ഡിലേ ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിൻ്റെ പുറകെയാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡിലേ വരണം കേട്ടോ. അതുപോലെ മെസ്സേജസിനൊക്കെ കുറച്ച് ഡിലേ വരാറുണ്ട് റിപ്ലൈ തരാനായിട്ട്, നമ്മൾ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് മെസ്സേജിനൊക്കെ റിപ്ലൈ കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, നമ്മൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഇത് വന്നേക്കുന്ന ജാം സാറ്റിനാണ് കേട്ടോ. ജാം സാറ്റിൻ ഫാബ്രിക് നമ്മൾ കാണിക്കാനാണ്. വൈറ്റ് ബോട്ടം ഫാബ്രിക് വേണ്ടുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 185 ആണ്. ഈ ഡയബിൾ കോട്ടൺ 180 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ആൻഡ് ഇത് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് മാച്ച് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും അതിനും കുറച്ചുകൂടി മാച്ച് ആവുന്നത് ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ. ഇത് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കോട്ടൺ ആണ്. 36 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആളിനോട് ചോദിച്ചു നോക്കാം എത്ര മീറ്റർ വേണ്ടി വരും കേട്ടോ. നോർമലി 2-2.25 മീറ്ററൊക്കെയാണ്, എനിക്ക് വേണമെങ്കിൽ 2.25 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫാബ്രിക് 180 പെർ മീറ്റർ, ജാം സാറ്റിൻ 185 പെർ മീറ്റർ. അടുത്തത് വന്നിരിക്കുന്നത് ഡോള സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഡോള സിൽക്കിൽ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനദർ ഡിസൈൻ ആണ് കേട്ടോ. ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതൊക്കെ നല്ലൊരു പാർട്ടി വെയർ അറ്റയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു മാംഗോ യെല്ലോ എന്ന് പറയുമ്പോൾ മാംഗോയുടെ പല ടൈപ്പ് യെല്ലോ ഉണ്ട്. മാംഗോ യെല്ലോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള മാംഗോ യെല്ലോ ഉണ്ട്, കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള മാംഗോ യെല്ലോ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര രസമുള്ളൊരു യെല്ലോ കേട്ടോ. അതിലേക്ക് ഇതാ ക്രീം ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് എൻ്റെ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. സീക്വൻസ് വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ഇതാണ് സീക്വൻസ് വർക്ക്. അതിങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ പോവാം.
ഐ മീൻ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലെ, ഇങ്ങനെ ഒരു ലൈൻ പോലെയാണ് അതിൻ്റെ ആ ഡിസൈൻ പോയിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. 44 ആണ് വിട്ട് വന്നേക്കുന്നത്. ഇതിൻ്റെ സൈഡിൻ്റെ ബോർഡേഴ്സ് ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഫിനിഷിങ് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ സെറി വർക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു സാരി ആയിട്ട് നമുക്ക് ഡോളാ സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത്. സാരി ആയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. പ്യുവർ ആയിട്ടുള്ള ഡോളാ സിൽക്കാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 435. അടുത്തത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ട സെയിം ഡോളാ സിൽക്കിന് തന്നെ സെയിം ഡിസൈനിൽ വന്നിരിക്കുന്ന ഓഫ് വൈറ്റ് ആണ്. നമുക്ക് ഓണം കളക്ഷനിൽ നമുക്ക് എടുക്കാവുന്ന ഒരു കളറാണ് കേട്ടോ. ഓഫ് വൈറ്റ് ആണല്ലോ ഇപ്പം എല്ലാവരും നോക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓണം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും പക്ക ഓണം വെയർ ആയിരിക്കത്തില്ലല്ലോ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. പക്ക ഓണം വെയർ നമുക്ക് എല്ലായിടത്തും കിട്ടും. സെറ്റിൻ്റെ കര വരുന്നതോ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നതും. അപ്പം ഈ ഒരു ടൈപ്പ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നതും ഈ ഒരു ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാമല്ലോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഡോളാ സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഡോളാ സിൽക്ക് വിത്ത് ഈ ഒരു എന്താ പറയുക, ഒരു ലക്നവി ചിക്കൻ കാരി വർക്കിനോടൊക്കെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ടൈപ്പ് വർക്കാണ്. ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. സീക്വൻസിൻ്റെ വർക്കുണ്ട്. സാരി ആക്കാൻ പറ്റും. ബാപ്റ്റിസം ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാരി ആക്കാൻ പറ്റും. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക്, കുഞ്ഞു വാവകൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്ന ഫാബ്രിക്. മീറ്റർ പ്രൈസ് വരുന്നത് 435. അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര രസമുള്ളൊരു പാരറ്റ് ഗ്രീൻ ആണ്. ലൈക്ക് ആ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡിൻ്റെ വർക്കും സീക്വൻസ് വർക്കും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഈ സെയിം കളർ ടോപ്പും ബോട്ടം സെയിം ഷാൻറ്റൂൺ, നമ്മളെപ്പോഴും ചെയ്യുന്ന ഷാൻറ്റൂൺ കൊടുക്കുക. എന്നിട്ട് ദുപ്പട്ട ഈ ഒരു ചിക്കൻ കാരി വർക്കിനോട് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ദുപ്പട്ടാസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ആൻഡ് ഇത് നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെന്താ കേട്ടോ, സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ളതാണ്. ഇതിലൊരു 5.5 മീറ്റർ എടുത്ത് സാരി ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കളർ കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു പേസ്റ്റൽ പാരറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ഭയങ്കര ഡാർക്കും അല്ല, ഭയങ്കര ഒരു ട്രെൻഡിങ് ആണ്. ഇപ്പം ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇങ്ങനെ വരുന്നു. ടാസൽസ് ഒക്കെ കൊടുത്താൽ മതി. എന്നിട്ട് നല്ലൊരു സാരി ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. നല്ല രസമല്ലേ കാണാൻ. എൻ്റെ വർക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ലൈൻസ് പോലെയാണ് എൻ്റെ വർക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ പോകുന്നു. ഇതാണ് ഫാബ്രിക് വരുന്നത്. ഡോളാ സിൽക്ക്. മീറ്റർ പ്രൈസ് 435. അടുത്തത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ലൂറക്സ് ലൈൻസ് വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് നമുക്ക് ഓണം കളക്ഷൻ ആയിട്ട് എടുത്താണ് കേട്ടോ. ബഡ്ജറ്റ് റേഞ്ചിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ട് എടുക്കാം, കുർത്തിയായിട്ട് ചെയ്യാൻ എടുക്കാം, ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം. കുറച്ച് ഫാബ്രിക് ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത് ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മുടെ ക്രിയേഷനിലുള്ള ഫാബ്രിക്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ് നമ്മൾ കുറച്ച് കൂടുതൽ പ്രൊഡക്ഷനിലും അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എല്ലാവരും ഓണം കളക്ഷൻസ് ചോദിക്കുന്നതുകൊണ്ട് 2 എടുത്തേ ഉള്ളൂ. ഇത് നിൽക്കുന്ന ഗോൾഡൻ സ്ട്രൈപ്സ്, ഗോൾഡൻ ലൂറക്സ് ലൈനും സിൽവർ ലൂറക്സ് ലൈനും വന്നിട്ടുണ്ട്. ഇത് ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതാ ഇങ്ങനെ വന്നേക്കുന്നു. ഇതൊരു ടോപ്പായിട്ട് ഓണത്തിന് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാം. എന്താ ഇങ്ങനെ വരുന്നു. നല്ലൊരു ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. അതിലേക്ക് ലൂറക്സ് ലൈൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് ഫാബ്രിക്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 150 പെർ മീറ്റർ ആണ്. ഇങ്ങനെ വരുന്നു. ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ബ്ലൗസിലെടുക്കാം. ഇത് സിൽവർ ആണ് കേട്ടോ. ഇത് സിൽവർ ആർക്കെങ്കിലും സാരീസ് ചെയ്യാനോ ബ്ലൗസ് ആയിട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് സാരി ആക്കാം കേട്ടോ. ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കേരള സാരി ആയിട്ട് നിങ്ങൾക്ക് 5.5 മീറ്റർ എടുത്ത് സാരി ചെയ്തിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറുള്ള ഒരു ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സിൽവർ ലൈൻസ് വന്നേക്കുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 150. ഇത് സാരി ആയിട്ട് എടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നോക്കി, നല്ല രസമല്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ലൊരു കോട്ടനുമാണ്. നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് ചെയ്യാനും 1 ലെയർ ഇടാനും നല്ല ഭംഗിയുള്ള, അത്യാവശ്യം തിക്നെസ്സും ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഭയങ്കര തിക്കല്ല, പക്ഷെ ഭയങ്കര തിൻ ഫാബ്രിക് അല്ല, നല്ലൊരു ഫാബ്രിക്കാണ്. ഇതേ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ ഒരു നല്ലൊരു സാരി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മീറ്റർ പ്രൈസ് വരുന്നത് 150. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ നിങ്ങൾ മറന്നു പോകരുത്.
ഓഗസ്റ്റ് 26 മൺഡേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരിക. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ് കേട്ടോ. എല്ലാവരും വരണം. ഇനാഗ്രേഷൻ ഡേ തന്നെ വരണം. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി പുതിയ കളക്ഷൻസ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അടിപൊളിയായിട്ടുള്ള കുറേ സൽവാസും റണ്ണിങ് ഫാബ്രിക്സും എല്ലാം നമ്മൾ സോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിസ്സാക്കരുത്. അപ്പം അന്ന് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓൺലൈനിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. നമുക്ക് ദൂരെ നിന്ന് വരാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. പക്ഷെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക വരാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.